സിറിയ, ലിബിയ, ഇറാഖ് ഉൾപ്പെടെ അറബ് മേഖലയിലെ സംഘർഷം ഗൾഫ് രാജ്യങ്ങളിലെ മിക്ക കമ്പനികളെയും ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലേക്ക് നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുകയാണ്. ഊർജം, ഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, IT ഉൾപ്പെടെ എല്ലാ തുറകളിലേക്കും വൻതോതിൽ ഗൾഫ് നിക്ഷേപ സാധ്യതകളാണ് തുറക്കപ്പെടുന്നത്. India today is an economic power, and the role of the Indian industries and Indian commercial institutes and Indian financial institutes can definitely help. വ്യോമയാന മേഖലയിൽ ഇത്തിഹാദ് ഉൾപ്പെടെ പ്രധാന എയർലൈൻ കമ്പനികൾ ഇന്ത്യൻ വിമാന കമ്പനികളുമായി സുപ്രധാന കരാറുകൾ രൂപപ്പെടുത്തിയത് അടുത്തിടെയാണ്. ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മോഡി സർക്കാർ ഇതിനകം വ്യക്തമാക്കിയതാണ്. ബഹ്റൈനിൽ നാളെ നടക്കുന്ന നിക്ഷേപക സംഗമത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. UAE ഉൾപ്പെടെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും കേന്ദ്രമന്ത്രിമാർ ഉടൻ സന്ദർശനം നടത്തും. ഇന്ത്യൻ ചേംബറിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഗൾഫ് നിക്ഷേപക സംഗമത്തിനുള്ള നീക്കങ്ങളും അണിയറയിൽ ഊർജിതമാണ്. കൂടുതൽ മുതൽ മുടക്കാനുള്ള ഗൾഫ് താൽപര്യത്തെ ഇന്ത്യ എത്ര കണ്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. ആ ദിശയിലുള്ള രാഷ്ട്രീയ നയതന്ത്ര നടപടികൾക്കാണ് ഗൾഫ് ഉറ്റുനോക്കുന്നതും. MC നാസർ, മീഡിയ 1, ദുബൈ.